വെൽക്കം ബാക്ക് ടു ഓൾ. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ ലൈഫ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഹണി ബീസ് ആണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോഷ്യൽ ലൈഫ് ഓഫ് ഹണി ബീസ് ആണ്. ഈ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാലും ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാലും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ കാണേണ്ടതില്ല. പക്ഷെ എഴുതുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇംപ്രസീവ് ആയിരിക്കും. So, the social life of honeybees. We all know that honeybee is a fascinating creature, അല്ലേ? നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഹണിബി എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ക്രീച്ചേഴ്സ് ഓൺ എർത്ത്. ഭൂമിയെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫാസിനേറ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ പെക്യുലാരിറ്റീസ് ഉള്ള ഒരു ക്രീച്ചർ ആണ് ഹണിബി എന്ന് പറയുന്നത്. ഹണിബീനെ ഭയങ്കര സ്പെഷ്യൽ ആക്കുന്നത് അതിന്റെ ഹണി പ്രൊഡക്ഷൻ ആണ്, അല്ലെ? അതുപോലെ തന്നെ ആ ഒരു ഹണി പ്രൊഡക്ഷൻ മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹൈലി ഓർഗനൈസ്ഡ് ആണ് അവര്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പൂപ്പി എന്ന് പറയുന്ന കാർട്ടൂൺ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതില് ആ പൂപ്പി എന്ന് പറയുന്ന ഡോഗ് സ്വപ്നത്തില് ബി ഹൈസിലേക്ക് ചെന്ന് പെടുന്നുണ്ട്. അതായത് ബി ഹൈസിൽ പോയതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ടിട്ടില്ലേ, ചെന്ന് കേറുമ്പോ തന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരുടെ ആ ഒരു ഹൈവിനെ അവർ കൊണ്ടുപോകുന്നത്. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നു. ഇപ്പം വർക്കേഴ്സ്, ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത് ഓരോ ബി കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെയും ഓരോ ജോലി കൊടുത്തിട്ട് അന്ന് ആ ജോലികൾ എല്ലാവരും നല്ല പക്കയായിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ഒരു കാർട്ടൂണിനകത്ത് കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. നമുക്ക് ഈ സോഷ്യൽ ലൈഫ് ഹണി ബീസിലേക്ക് പറയുമ്പോൾ ആ ഒരു കാർട്ടൂൺ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതിനകത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ എ ഹണിബി കോളനി ഓപ്പറേറ്റ്സ് ലൈക്ക് എ ഫൈൻലി ട്യൂൺഡ് മെഷീൻ. ഒരു പക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ പോലെയാണ് ഒരു ഹണിബിയുടെ കോളനി എന്ന് പറയുന്നത്. With each bee playing a specific role to support the survival and success of the entire group. അപ്പൊ അവരുടെ ആ ഒരു കോളനി നോക്കിക്കഴിഞ്ഞാൽ ഒരാള് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ തമ്മില് ഭയങ്കര അധികം സപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ബീക്കും കൊടുത്തിരിക്കുന്ന റോള്, സ്പെസിഫിക് ആയിട്ടുള്ള റോള് അവർ നന്നായിട്ട് തന്നെ ചെയ്തു പോയാലേ അവർക്ക് ആ ഒരു എൻറ്റയർ ഗ്രൂപ്പില്, ആ ഒറ്റൊരു ബീക്ക് മാത്രമല്ല എൻറ്റയർ ഗ്രൂപ്പിന് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ ഓരോ ഹെഡിങ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഹെഡിങ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ഹണി ബീസ് എന്ന് പറയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഓരോ ബീക്കും ഓരോ ജോലിയുണ്ട്. അപ്പൊ ഹണി ബീസ് ആർ വെൽ നോൺ ഫോർ ദ റിമാർക്കബിൾ ടീം വർക്ക് ആൻഡ് എഫിഷ്യൻസി. ഇവരുടെ അത്രയും ഭയങ്കര ഒത്തൊരുമയോടെ നിന്ന് ചെയ്യുന്ന ഒരു ടീമിന് നമുക്ക് വേറെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ചില കേസിൽ എന്താണ് മറ്റുള്ളവനെ തള്ളി മാറ്റാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. വൺ ഓഫ് ദ കീ റീസൺസ് ഫോർ ദ സക്സസ് ഓഫ് എ ഹണിബി കോളനി ഈസ് ഡിവിഷൻ ഓഫ് ലേബർ എമംഗ്സ് മെമ്പേഴ്സ്. ഇവർ തമ്മിലുള്ള ഇവരെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഒരു കോളനി നോക്കിക്കഴിഞ്ഞാൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിനുള്ള ഓരോ ഹണി ബീസിനും ഓരോ സ്പെഷ്യൽ ജോലിയായിരിക്കും കൊടുത്തിട്ടുണ്ടാകും. അതിനാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. Every bee in the hive has a specific role and together they maintain the health, productivity and survival of the colony. ഇവരെല്ലാവരും കൂടെ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ജോലികൾ എല്ലാവരും തന്നെ ചെയ്താൽ മാത്രമാണ്, അതായത് സ്പെസിഫിക് റോൾ കൊടുത്തിരിക്കുന്നവർ അതാത് ജോലികൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ളവർക്കും ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അവരുടെ ഹെൽത്തിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇവരെല്ലാം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ പറഞ്ഞിരിക്കുന്ന റോൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാകും. അടുത്തത് നമ്മൾ പറയുന്നത് ഈ ഡിവിഷൻ ഓഫ് ലേബറിൽ തന്നെ വരുന്നതാണ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് റോൾസ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജാതി, മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ പറയുന്നത് ഓരോ ഹണിബീന്റെ ടൈപ്പാണ്. അതായത് ഹണിബി സൊസൈറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ 3 മെയിൻ കാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യൂൻ ബി എന്ന് പറയുന്നത്. ക്യൂൻ ബി, ഇപ്പൊ ഒരു കോളനി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബി ഹൈവ് അല്ലെങ്കിൽ ബി കോളനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും സുപ്രീം അതോറിറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത് ക്യൂൻ ആയിരിക്കും. എപ്പോഴും നമ്മളൊരു സ്റ്റേറ്റ് കൺട്രി ഒക്കെ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂളിംഗ് സിസ്റ്റം നോക്കുവാണെങ്കിൽ അവിടെ കിങ്ങിനായിരിക്കും കൂടുതൽ പവർ കൊടുക്കുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഹണി ബീസ് ഇവിടെ ക്യൂനായിരിക്കും കൂടുതൽ പവർ ഉള്ളത്. ഒരു ക്യൂൻ ബി ആയിരിക്കും ഒരു ഹൈവിനുണ്ടാകുക. ദർ ഇസ് യൂഷ്വലി ഓൺലി വൺ ക്യൂൻ ബി പെർ ഹൈവ്. ഒരു ഹൈവിന് ഒരു ക്യൂൻ.
ഹെർ പ്രൈമറി ജോബ് ഈസ് ടു ലേ എഗ്. അവരുടെ പ്രധാന ജോലി എന്താ? ലേ എഗ്, മുട്ട ഇടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രധാന ജോലി. അപ് ടു 2000 എ ഡേ ഇൻ പീക്ക് സീസൺ. ചില സീസൺ നോക്കിക്കഴിഞ്ഞാൽ 2000 വരെ, ഒരു ദിവസം 2000 മുട്ടകൾ ഒരു എഗ് വരെ ഇവര് ലേ ചെയ്യുന്നുണ്ട്. സോ she also produces pheromones that control the behavior and development of other bees in the colony. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ഫെറമോൺ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്താ ഒരു കോളനിക്കകത്തെ എല്ലാവരെയും അവർക്ക് ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കെമിക്കലാണ് ആ ഒരു കോളനിക്കകത്തുള്ള ബീസിന്റെ ബിഹേവിയർ, അതുപോലെ ഡെവലപ്മെന്റ്, അവരെന്തായി മാറണം, ഇപ്പൊ വർക്കർ ആവണോ ഡ്രോൺ ആവണോ, അങ്ങനെ എന്തായി മാറണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഫെറമോണിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യൂൻ ബി ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വർക്കർ ബീസ് ആണ്. വർക്കർ ആ തേനത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്ന ആൾക്കാർ. ഇവരെന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ഫീമെയിൽസ് ആണ്. റീപ്രൊഡക്റ്റീവ് എബിലിറ്റി കുറവാണ്, റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ വർക്കർ ബീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പെടുത്തുന്നത്. They make up the majority of the hive and perform all the essential tasks depending on their age. ഇവർക്ക് ഓരോ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവരുടെ ഏജിന് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവര് ഒരു ഹൈവിലുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ടാസ്ക് മര്യാദക്ക് പെർഫോം ചെയ്യുക, കുറെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കുറെ റോൾസ് അവർക്ക് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ വർക്കർ ബീസിന്റെ ഫംഗ്ഷൻ. ഓരോരുത്തരുടെ ഏജ് വൈസാണ് എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഡേ 1 to 3 days, അതായത് ഒരു മുട്ട വിരിഞ്ഞ് 1 തൊട്ട് 3 ദിവസം വരെയുള്ള വർക്കർ ബീസ് ആണെങ്കിൽ അവർ നമ്മൾ ക്ലീനേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിടുന്നത്. അവരുടെ ജോലി എന്താ? ഹൈവ് മൊത്തം ക്ലീൻ ആക്കുക, ആ ഓരോ സെൽസും നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഇനി ഡേ 4 to 12 നോക്കുവാണെങ്കിൽ ഇവരെ നേഴ്സസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ നേഴ്സുമാരാണ്. നേഴ്സുമാരുടെ ഫംഗ്ഷൻ എന്താ? നർച്ചറിങ് ആണ്, അല്ലെ? അല്ലെങ്കിൽ കെയറിങ് അതേഴ്സ് ആണ്. അപ്പൊ ഇവിടെയും അത് തന്നെ ഉദ്ദേശിക്കുന്നത് ഫീഡ് ആൻഡ് കെയർ ഫോർ ലാർവെ. എഗ് ലേ ചെയ്തിട്ടുണ്ടോ, അത് കുറെയൊക്കെ ലാർവ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ ലാർവേനെയൊക്കെ ഫീഡ് ചെയ്യുക, അതുപോലെ കെയർ ചെയ്യുക എന്നുള്ളതാണ് നേഴ്സസ് ബീസിന്റെ, അല്ലെങ്കിൽ നേഴ്സസ് വർക്കർ ബീസിന്റെ ഫംഗ്ഷൻ എന്നാണ്, ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി 13 to 18 ഡേയ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവർ വിളിക്കുന്ന ബിൽഡേഴ്സ് എന്നാണ്. ബിൽഡേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് വാക്സ് ആൻഡ് ബിൽഡ് ഹണി കോംബ്. ഇവരാണ് ആ ഒരു ഹൈവിന്റെ കൺസ്ട്രക്ഷൻ പരിപാടി, അതായത് ബിൽഡേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ബിൽഡേഴ്സ് എന്നാണ്. കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടത്തുന്നത് ഇവരാണ്. അവരെന്താ വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ ഹണി കോംബിനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും ഡിഫക്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഈ ബിൽഡേഴ്സ് ആയിരിക്കും. ഇനി ഡേയ്സ് 19 to 21 വരെയുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു ഗാർഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദേ പ്രൊട്ടക്ട് ദ ഹൈവ് എൻട്രൻസ്. ഇപ്പൊ പൂപ്പി ആ കാർട്ടൂൺ തന്നെ നോക്കിയാൽ അറിയാം, പൂപ്പി കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിലായിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നു. നല്ല മുസൽമാന്മാരായിട്ടാണ് ആ ഹണി ബീസിലേക്ക് അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. നല്ല രസം അത് കാണാനായിട്ട്. അപ്പം ഗാർഡ്സ് ആയിട്ടാണ് 19 to 21 ഡേയ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരെയാണ് ഗാർഡ്സ് ആക്കി നിർത്തിയിട്ടുള്ളൂ. ഇനി ഡേ 22 ആൻഡ് ബിയോണ്ട് നോക്കുവാണെങ്കിൽ, 22 അതിൽ കൂടുതൽ നോക്കുവാണെങ്കിൽ അവരെ ഫൊറേജേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫൊറേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നെക്ടറും അതുപോലെ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പോകുന്നവരെയാണ് ഫൊറേജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരു ബാഗ് ഒക്കെ തൂക്കി പോകുന്ന പോലെയൊക്കെയാണ് ആ ഒരു കാർട്ടൂണിന്റെ അകത്ത് കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ ബാഗ് തൂക്കണില്ല, ലൈക്ക് അവരുടെ ആ ഒരു ഹൈൻഡ് ലെഗിന് അങ്ങനത്തെ ഒരു ബാസ്കറ്റ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതാണ് ഒരു കൊമിക്കലി ഒരു ബാസ്കറ്റ് തൂക്കി പോകുന്ന പോലെയൊക്കെ കാണിക്കും. ഇവര് എന്താ ചെയ്യുന്നത്? നമ്മുടെ നെക്ടറും പോളൻ ഗ്രെയിന് അതുപോലെ വാട്ടർ അതൊക്കെ പുറത്തു നിന്ന് ഹൈവിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ഫൊറേജേഴ്സ് ആയിരിക്കും. അപ്പോ വർക്കർ ബീസിന്റെ ഡിവിഷൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഡ്രോൺസ് ആണ്. ഇപ്പൊ 3 കാസ്റ്റ് സിസ്റ്റമാണ് ഉള്ളത്, അത് നമ്മൾ 2 പറഞ്ഞു. അടുത്ത മൂന്നാമത്തത് ഡ്രോൺസ് ആണ്. ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ മെയിൻ കാറ്റഗറി ആൾക്കാരാണ്. Their only role is to mate with a virgin queen during her matching flight. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഒരു വിർജിൻ ആയിട്ടുള്ള ക്യൂനുമായിട്ട് മെയ്റ്റ് ചെയ്യുക എന്നുള്ള റോള് മാത്രമാണ് ഈ മെയിൽസിന് ഫംഗ്ഷൻ ആയിട്ടുള്ളൂ. ഓൺലി അത് മാത്രമേ അവരുടെ റോളുള്ളൂ. ആഫ്റ്റർ മേറ്റിംഗ് ദ ഡ്രോൺ ഡൈസ്. ഈ മേറ്റിങ്ങിന് ശേഷം ഡ്രോൺ പിന്നെ ജീവിച്ചിരിക്കത്തില്ല, അത് ചത്തുപോകും. പിന്നെ ഡ്രോൺസ് ഡു നോട്ട് ഹാവ് സ്റ്റിങ്ങേഴ്സ് ആൻഡ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു അതർ ഹൈ ടാസ്ക്. അതുപോലെ ഡ്രോൺസിന് സ്റ്റിങ്ങേഴ്സ് ഒന്നുമില്ല, ഇങ്ങനെ കുത്താനുള്ള മുള്ളു പോലത്തെ കൊമ്പിൽ അതൊന്നുമില്ല. അപ്പൊ ഇവർക്ക് വേറെ അധികം ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു മെയ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡ്രോൺസ് ഉള്ളത്. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ഡൈ. ഓക്കെ.
ഇപ്പൊ ഈ കാസ്റ്റ് സിസ്റ്റം കഴിഞ്ഞു. ഇനി ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നോക്കുമ്പോഴേക്കും അതിനകത്ത് ഒരു എക്സ്ട്രാ ഫീച്ചർ കാണിക്കുന്നതാണ് ഏജ് പോളിയെത്തിസം എന്ന് പറയുന്നത്. അതായത് ലേബർ ബൈ ഏജ്. One fascinating aspect, worker bees take on different tasks as they grow older. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കർ ബീസിന് ഓരോ ഏജ് വൈസ് അല്ലെങ്കിൽ ഓരോ അവരുടെ ഏജിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന ടാസ്ക് ഡിഫറെന്റ് ആവുന്നു. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ഏജ് പോളിയെത്തിസം. ലേബർ ബൈ ഏജ് എന്ന് സിംപ്ലി നമുക്ക് പറയാം. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ ആണ്. Flexibility in labor എന്ന് പറഞ്ഞാൽ although the roles are age-based, honeybees are also adaptive. If the hive loses many foragers or nurses, workers can switch roles to meet the colony's need. ഇപ്പൊ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബറിൽ നമ്മൾ ഓരോ 3 കാറ്റഗറിയിൽ വരുന്ന നമ്മൾ ഹണിബീസിനെ പറഞ്ഞു. അപ്പൊ ഈ പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ എന്തെങ്കിലും ഒരു എന്താ മാൽ ഫംഗ്ഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിക്രീസ് ഇൻ നമ്പർ വരുവാണെങ്കിൽ ബാക്കിയുള്ള വർക്കേഴ്സിനെയോ നഴ്സിനെയോ ഒക്കെ ഏതിനായിട്ടാണോ ഷോർട്ടേജ് വരുന്നത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ആണ്, അവർ ഏതൊരു സിറ്റുവേഷനോടും പൊരുത്തപ്പെടാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ എന്ന് പറയുന്നത്. ദിസ് ഫ്ലെക്സിബിലിറ്റി മേക്സ് ദ ഹൈവ് ആസ് റെസിലിയന്റ് ആൻഡ് റെസ്പോൺസീവ് സിസ്റ്റം. ഈ ഒരു ഫ്ലെക്സിബിൾ ബിഹേവിയർ ആണ് ആ ഒരു ഹൈവിനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ, റെസീലിയന്റ് ആയിട്ടും ഭയങ്കര പക്കാൻ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് എന്താ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്, റെസ്പോൺസീവ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻ ലേബർ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ ഈ ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. The division of labor in honeybees is a perfect example of efficient social organization in nature. പ്രകൃതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിവിഷൻ ഓഫ് ലേബർ കാണിക്കുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഹണിബി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി. ഇങ്ങനെ അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പം ഹണിബീസിന്റെ കേസിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഹണി അല്ലെങ്കിൽ വാക്സ് എന്നൊക്കെ പറയുന്നത്. ഓരോരുത്തർക്കും പർട്ടിക്കുലർ ആയിട്ട് ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഹണി അല്ലെങ്കിൽ വാക്സിന്റെ ഒക്കെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇൻ കേസ് ഇപ്പം എല്ലാവരും ഒരേ പ്രോസസ് തന്നെ ചെയ്തോണ്ടിരിക്കുന്നതെങ്കിൽ അത് എത്രത്തോളം അവർ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ടാസ്കിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും, മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി. പിന്നെ മെയിൻറ്റെയിൻ ദ ഹൈവ്സ് ക്ലീൻനെസ് ആൻഡ് ഹെൽത്ത്. ഇപ്പം ഇങ്ങനെ പോളൻസും അതുപോലെ ഹണിയും ഒക്കെ കളക്ട് ചെയ്തെന്ന് വന്നാൽ മാത്രം പോരാ, ഇവർ കൊണ്ടുവരുന്ന കുറെ വേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. എന്ത് ഹെൽപ്പ് ചെയ്യും? ഡിവിഷൻ ഓഫ് ലേബർ. എൻഷുർ കണ്ടിന്യൂസ് കെയർ ഫോർ യങ് ബീസ്. യങ് ബീസിന് നോക്കാൻ പ്രത്യേക ആൾക്കാരുണ്ട്. വർക്കർ ബീസ് ഉണ്ടെങ്കിൽ അത് അവർ സേഫ് ആണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഗാർഡായിട്ട് നിൽക്കാനായിട്ടുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ അവർ അതിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇനിയിപ്പം ഗാർഡായിട്ട് നിൽക്കാൻ ആൾക്കാരില്ല, അല്ലെങ്കിൽ വർക്കർ ബീസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് എല്ലായിടത്തോട്ടും എത്താൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കേസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കൊരു എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു കോളനി. അപ്പൊ എൻഷുർ കണ്ടിന്യൂസ് കെയർ ഫോർ യങ് ബീസ് ആൻഡ് കീപ് ദ കോളനി വെൽ ഫെഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ആ ഒരു കോളനിക്കകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഫുഡ് കിട്ടുന്നുണ്ടോന്നും എൻഷുർ ചെയ്യുന്നു. അതുപോലെ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. ഗാർഡിന് ഗാർഡ് ഉണ്ട്, വർക്കേഴ്സിന് വർക്കേഴ്സ് ഉണ്ട്, ഫോറേജേഴ്സിന് ഫോറേജേഴ്സ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഇപ്പൊ ഫോറേജേഴ്സിന് പുറത്തേക്ക് പോകുമ്പോഴേക്ക് അറ്റാക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അവർ ചിലപ്പോൾ മരിച്ചു പോകാനുള്ള ചാൻസ്, ചത്തു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ പോയാലും ബാക്കിയുള്ളവരുടെ കൗണ്ടർ കുറയുന്നൊന്നുമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകും. അപ്പൊ അതൊക്കെയാണ് ഈ ഡിവിഷൻ ഓഫ് ലേബറിന്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പല തരത്തിലാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ പോലെ അവർക്ക് ഭാഷ ഉണ്ടോ എന്തെങ്കിലും ലാംഗ്വേജ് അവർ പറയുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലൈക്ക് പെക്യുലർ ഡാൻസിലൂടെയാണ്. ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് അവർ എന്താ അവരുടെ ഹൈവിന് മുമ്പിൽ പ്രസന്റ് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവര് എന്താ ഇപ്പൊ ഹണീസ് എവിടെയാ ഇരിക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് എവിടെയാണെന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഡാൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വാക്ടേ ഡാൻസ്, സർക്കുലർ ഡാൻസ് എന്നൊക്കെ കേട്ട് കാണണം. പക്ഷെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത്രയും ഓർക്കുക, പെക്യുലർ ഡാൻസ് ആണ് ഈ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്.
പിന്നെ സോഴ്സസിന്റെ റിച്ച്നെസ്. ഇപ്പൊ ഹണി എത്രത്തോളം ഒരു സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഗാർഡൻ ഫ്ലറിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അവരുടെ ലൈവ്നെസ്സിലൂടെ ആയിരിക്കും, ആ ഡാൻസിന്റെ ലൈവ്നെസ്സിലൂടെ ആയിരിക്കും അത് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. കൺട്രോൾ ഓഫ് റീപ്രൊഡക്ഷൻ്റെ അകത്ത് വരുമ്പോൾ അതായത് റീപ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു. ഒരു ഒറ്റ ക്യൂനെ ഉള്ളത്, ഒരു സിംഗിൾ ഫെർട്ടൈൽ ഫീമെയിൽ മാത്രമേ ഉള്ളൂ, അതിനാണ് ക്യൂൻ എന്നാണ് വിളിക്കുന്നത്. ബാക്കി എല്ലാ ഫീമെയിൽസിനെയും അവർ സ്റ്റെറൈൽ ഫീമെയിൽസ് ആണ്, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അവർക്ക് ഇല്ല. അപ്പൊ അങ്ങനെ റീപ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ വർക്കർ ബി അൺഡെവലപ്ഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് വർക്കർ ബി എന്നുള്ളത്. അതുപോലെ ഈ ക്യൂന് ഒരു മാൻഡിബുലർ ഗ്ലാൻഡ് സെക്രീഷൻ ആണ്, ക്യൂൻ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ഈ സബ്സ്റ്റൻസസ് അത് ബോഡിയിൽ ഓൾ ഓവർ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള വർക്കേഴ്സ് ഇതിനെ ലിക്ക് ചെയ്യും ഈ സബ്സ്റ്റൻസ്. ഈ സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് ഇവർ ഇൻഫെർട്ടൈൽ ആയിട്ട് മാറുന്നതും അവർ ബാക്കി അതായത് ഏത് കാറ്റഗറിയിലേക്ക് അവർ മാറണമെന്ന് തീരുമാനിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസിന്റെ ആബ്സെൻസിൽ ഒരു ക്യൂൻ സെല്ലിനെ ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഈ സബ്സ്റ്റൻസ് ലിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ക്യൂൻ ആയിട്ടായിരിക്കും ആ ഒരു ഹണി ബി മാറുന്നത്. പിന്നെ ഫോർ റെഗുലേറ്റിംഗ് ദ സൈസ് ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ കോളനി. ഇപ്പൊ ഈ എന്താണ് റീപ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരു ക്യൂനെ ഉള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതല്ല, ഇതിന്റെ സൈസ് കൂടുകയാണ്, ഒരു കോളനിയുടെ സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്, സൂപ്പർ സെഡ്യൂർ ആൻഡ് സ്വാമിങ് എന്ന് പറഞ്ഞ രണ്ട് പ്രൊസീജിയർ ആണ് ഇവര് സാധാരണയായിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. സൂപ്പർ സെഡ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീക്യൂനിങ് ആണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു ക്യൂവിന്റെ പെർഫോമൻസിൽ അൺസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അൺഹാപ്പി ആണെങ്കിൽ ഈ ഒരു ക്യൂവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ക്യൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സൂപ്പർ സെഡ്യൂർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വാമിങ് നടക്കത്തില്ല. അപ്പൊ സ്വാമിങ് എന്താണ്? സ്വാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ ബി, ഇപ്പൊ ഏതെങ്കിലും ഒരു കോളനിയുടെ സൈസ് കൂടുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്യൂൻ ബി എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ആ കോളനി ഒന്ന് പുറത്തേക്ക് പോകും. ക്യൂൻ ബി ലീവ്സ് ദ കോളനി വിത്ത് എ ലാർജ് കണ്ടിജന്റ് ഓഫ് വർക്കർ ബീസ് ആൻഡ് ഡ്രോൺസ്. കുറെ വർക്കർ ബീസും അതുപോലെ ഡ്രോൺസും ആയിട്ട് എന്ത് ചെയ്യും, ഇവര് ആ കോളനി വിടും. എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയി പുതിയൊരു കോളനി ക്രിയേറ്റ് ചെയ്ത് അവിടെ താമസിക്കും. അപ്പൊ ദിസ് ഇസ് ദ നേച്ചർ മീൻസ് ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് ഹണി ബി കോളനി. സ്വാമിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരു റെപ്ലിക്കേഷൻ ആണ്, ഹണി ബി കോളനിയുടെ തന്നെ റെപ്ലിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. സൂപ്പർ സെഡ്യൂറിനകത്ത് സ്വാമിങ് നടക്കത്തില്ല, ഇവര് കോളനി വിട്ട് പുറത്തേക്ക് പോകത്തില്ല. പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്ന ക്യൂവിന് എന്തെങ്കിലും അവരുടെ ഫങ്ഷനിങ്ങില് എന്തെങ്കിലും, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ അൺഹാപ്പി ആണ്, അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ക്യൂവിനെ അവര് ആ ഒരു എഗ്ഗിന്, അല്ലെങ്കിൽ പുതിയൊരു ക്യൂവിന് വേണ്ടിയിട്ടുള്ള എഗ്ഗിനെ അവർ പ്രിപ്പയർ ചെയ്തെടുക്കും. എന്നിട്ട് പുതിയൊരു ക്യൂവിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് സൂപ്പർ സെഡ്യൂർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഹെഡിങ് വരുന്നതാണ് ഫൊറേജിങ്. ഫൊറേജിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വർക്കർ ബീസിന്റെ കാര്യത്തിൽ അവര് വർക്കർ ബീസിന്റെ കാര്യത്തിലല്ല, വർക്കർ ബീസിന്റെ കാര്യത്തിൽ അവർ കുറെ ഫൊറേജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കളക്ടിങ് ഫുഡ്, എൻവയോൺമെന്റിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നവരെയാണ് ഫൊറേജേഴ്സ് എന്ന് വിളിക്കുന്നത്. ആക്ട് ഓഫ് സെർച്ചിങ് ഫുഡ്, സെർച്ചിങ് ഫോർ ആൻഡ് കളക്ടിങ് ഫുഡിനെ വിളിക്കുന്നതാണ് ഫൊറേജിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലസ്റ്ററിങ് നടത്തുവാണ്. ഇപ്പം ഷിവറിങ് പറഞ്ഞു. ഷിവറിങ് എന്തായിരുന്നു? ഫ്ലൈറ്റ് മസിൽസിനെ ഒരു ഫ്ലൈ ചെയ്യാണ്ട് വൈബ്രേറ്റ് ചെയ്യും. ഒരു വാംത്തോടെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ഹൈവിൽ മൊത്തം സ്പ്രെഡ് ആവും. രണ്ടാമത്തെ ക്ലസ്റ്ററിങ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ആയിട്ട് ഹൈവിനുള്ളിൽ തന്നെ അവര് നിൽക്കും. അതിനെയാണ്, അതായത് ക്യൂവിനും ബ്രൂഡിനും ഉള്ളിലായിട്ട് ഇവര് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇവർക്ക് എക്സ്ട്രീം കോൾഡിൽ നിന്ന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത പറയുന്നത് ബ്രൂഡ് സൈക്കിൾ ആണ്. ബ്രൂഡ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണി ബീയുടെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോ ഒരു ഹണി ബീനെ നോക്കുവാണെങ്കിൽ അത് പല തരത്തിലുള്ള സ്റ്റേജിലൂടെയാണ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഫ്രം ദ ടൈം ആൻ എഗ് ഇസ് ലെയ്ഡ് ആൻറ്റിൽ ഇറ്റ് ബിക്കംസ് ആൻ അഡൾട്ട്. ഒരു എഗ് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു അഡൾട്ട് ബി ആവുന്നത് വരെ ഇത് പല സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ബ്രൂഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദ ബ്രൂഡ് സെൽസ് ഓഫ് ദ ഹണി കോം, അതായത് ഈ ഒരു ഹണി കോമിന്റെ അകത്ത് ബ്രൂഡ് സെൽ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു അറകളുണ്ട്. ഹണി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അറകൾ മാത്രമല്ല, എഗ്ഗിനെ ലേ ചെയ്ത് വെക്കുന്ന കുറെ അറകളും ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ബ്രൂഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ആ സൈക്കിൾ ഏതൊക്കെയാന്ന് നോക്കാം.
അപ്പൊ ബ്രൂട്ട് സൈക്കിളിന് 4 സ്റ്റേജ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എഗ് സ്റ്റേജ് ആണ്. ഇവിടെ എഗ് ആര് ലേ ചെയ്യും? ക്യൂൻ ബി ലേ ചെയ്യും 1%. അതായത് ഒരു സെല്ലിന് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് എഗ് ലേ ചെയ്യുന്നത്. എഗിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ടൈനി വൈറ്റ് ഷേപ്പ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് റൈസ്. ഒരു അരിമണി പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഭയങ്കര ചെറുതാണ്, തീരെ ചെറുതല്ല, എങ്കിലും ചെറുതാണ്. വൈറ്റ് കളേർഡ് ആയിരിക്കും. സ്റ്റേസ് ഇൻ ദ എഗ് സ്റ്റേജ് ഫോർ 3 days. ഈ ഒരു എഗ് സ്റ്റേജിൽ റിമൈൻ ചെയ്യുന്നത് 3 ദിവസമൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ലാർവ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ 3 ദിവസം കഴിയുമ്പോഴേക്കും ഈ മുട്ട വിരിയാൻ പറ്റും. അതായത് എഗ് ഹാച്ചസ് ഇൻടു എ ലാർവ, ഒരു ലാർവയായിട്ട് മാറും. ദ ലാർവ ലുക്സ് ലൈക്ക് എ സ്മോൾ വൈറ്റ് ഗ്രബ്. ഒരു ഗ്രബിനെ പോലെയാണ് അത് തോന്നുന്നത്. ഒരു പുഴുവിനെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. Okay. Worker bees feed royal jelly at first, then mix the pollen and honey. അപ്പം ആദ്യം വർക്കർ ബീസ് ഈ ഒരു ലാർവയ്ക്ക് കൊടുക്കുന്നത് റോയൽ ജെല്ലി ആയിരിക്കും. റോയൽ ജെല്ലി ആണ് അതിനൊരു ഹണി ക്യൂനായിട്ട് മാറ്റുന്നത്, ഹണി ബി ക്യൂനായിട്ട് മാറ്റുന്നത്. അത് കഴിയുമ്പോൾ പോളനും അതുപോലെ ഹണിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. ബീ ബ്രീഡ് എന്നാണ് പറയുന്നത്. ഗ്രോസ് ക്വിക്ലി ഓവർ 5 to 6 days, filling the cell. ആ ഒരു സെല്ലിന്റെ അകത്തിരുന്നത് വളരാൻ തുടങ്ങും. ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു സെല്ല് കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ലാകുന്ന രീതിയിൽ വളരും. രണ്ട് സെല്ല് ഈസ് ക്യാപ്ഡ് വിത്ത് വാക്സ് ബൈ വർക്കർ ബീസ്. എന്നിട്ട് ഈ വർക്കർ ബീസ് വന്ന് ഈ സെല്ലിന്റെ മുകളിൽ ഒരു ക്യാപ്പ് പോലെ ഫോം ചെയ്യും. വാക്സ് കൊണ്ട് അടച്ച് വെക്കുക. ഓക്കെ. പിന്നെ പ്യൂപ്പൽ സ്റ്റേജ് ആണ്. ഇൻസൈഡ് എ ക്യാപ്ഡ് സെൽ ദ ലാർവ സ്പിൻസ് എ cocoon and becomes a pupa. ആ ഒരു സെല്ലിന്റെ അകത്ത് വെച്ച് ഇവര് എന്താവും? ഈ കൊക്കൂൺ ക്രിയേറ്റ് ചെയ്യും. അതൊരു പ്യൂപ്പയായിട്ട് മാറും. ഡ്യൂറിംഗ് ദ സ്റ്റേജ് ട്രാൻസ്ഫോംസ് ഇൻടു ആൻ അഡൾട്ട് ബീ. ഇങ്ങനെ പ്യൂപ്പയായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് മെറ്റാമോർഫോസിസ് നടക്കും. എന്നിട്ട് ഒരു അഡൾട്ട് ബീ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനെന്തൊക്കെ ഫോം ചെയ്യും? വിങ്സ്, ലെഗ്സ്, ഐസ്, ബോഡി സെഗ്മെന്റ്സ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജ് ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 7 day ആണെങ്കിൽ ഒരു അതായത് വർക്കർ ബീ ആണ് ഈ എഗ് ഈ അതായത് ക്യൂൻ ഇപ്പം എഗ് ലേ ചെയ്തു. ആ എഗ് ഒരു വർക്കർ ബീ ആയിട്ടാണ് മാറാൻ പോകുന്നതെങ്കിൽ ഒരു 7 daysനുള്ളിൽ അത് കൺവേർട്ടഡ് ആവും. ഇനി അതല്ല ക്യൂൻ ബീ ആണ് ആകുന്നതെങ്കിൽ 6 days മതിയാവും അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ അല്ല, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 6 days ആണ്. ഇനി ഡ്രോൺ ആണെങ്കിൽ 14 days ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബ്രൂഡ് സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഡ്രോണിനാണ്. പക്ഷെ ഡ്രോണിന് അധികം നാൾ ആയുസുണ്ടോ? ഇല്ല. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് അഡൾട്ട് ബീ എന്ന് പറയുന്നത്. ദ ഫുള്ളി ഡെവലപ്ഡ് ബീ ചൂസ് ഇറ്റ്സ് വേ ഔട്ട് ഓഫ് ദ വാക്സ് ക്യാപ്പ്. അതൊരു ഫുള്ളി ഡെവലപ്ഡ് ഹണി ബീ ആയി മാറിക്കഴിയുമ്പോൾ ഈ ക്യാപ്പ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്പ് അത് ചൂസ് ചെയ്ത് കടിച്ച് അത് തന്നെ പൊളിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇറ്റ് എമർജസ് ആസ് എ ന്യൂ അഡൾട്ട് ബീ റെഡി ടു ടേക്ക് ഓൺ ഇറ്റ്സ് റോൾ ഇൻ ദ ഹൈവ്. എന്നിട്ട് അവിടെ എന്ത് റോളാണ്? വർക്കർ ബീ ആണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന റോള്, ഡ്രോൺ ആണെങ്കിൽ അത്, അതുപോലെ ഫൊറേജേഴ്സ് ആണെങ്കിൽ അങ്ങനെ, ക്യൂൻ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ എന്ത് റോളാണ് ആ ഒരു അഡൾട്ട് ബീക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് അങ്ങോട്ട് ഫങ്ഷൻ ചെയ്യാം. അതായത് അതിന്റെ റോൾ അത് ടേക്ക് ചെയ്തിട്ട് ഹൈവിൽ എക്സിസ്റ്റ് ചെയ്യും. ഇത്രയാണ് ബ്രൂഡ് സൈക്കിൾ കൊണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതും എസ്എ പോർഷൻ ആണ്. ഈ ഒരു എസ്എ പോർഷൻ അല്ലാണ്ട് ആ ചാപ്റ്ററിനകത്ത് നിന്ന് കുറച്ചധികം എസ്എ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ആ ഒരു ഡിസീസ് സെക്ഷൻ. ഈ ഹണി ബീസിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് കുറെ ബാക്ടീരിയൽ ഡിസീസ്, ഫംഗൽ ഡിസീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അത് എസ്എ ആയിട്ട് ചോദിക്കാം. പിന്നെ ബീ കീപ്പിംഗ് എക്യുപ്മെന്റ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതിനൊരു എസ്എ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ് ഇതൊക്കെ. അതുപോലെ തിയറി മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ അത് ചോദിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കീപ്പിംഗ് മെത്തേഡ്, തിയറി മാനേജ്മെന്റ്, ബീ കീപ്പിംഗ് മെത്തേഡ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പം മെയിൻ ആയിട്ടും പഠിക്കാൻ നോക്കേണ്ടത് ഈ ഒരു സോഷ്യൽ ലൈഫ് ആൻഡ് അഡാപ്റ്റേഷൻസ്. സോഷ്യൽ ലൈഫിന് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ചെറിയ പോർഷൻ കിടപ്പുണ്ട്. ചിലപ്പോ ഒരു ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ ഒരു പോർഷൻസ് അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ പറഞ്ഞതിനൊക്കെ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഇത്രയും പോർഷൻസ്, ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഇത്രയും പോർഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.